അപ്പോൾ ഓണം സ്കിൻ കെയർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. നല്ല എന്താ പറയുക, വെയിലുള്ളതുകൊണ്ട് നല്ല ക്ലിയർ ഇല്ല എന്ന് മാത്രം. അപ്പം അത് ഇതിലാവട്ടെ, നമ്മൾ വെളുക്കാനൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്കിന്ന് നല്ല ഗ്ലോയി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഷെയ്ഡ് എന്തായാലും കൂടെ കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സംഭവം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഒരു സ്പൂൺ അളവിൽ നമ്മൾ തേനെടുക്കാം, അതേ സ്പൂൺ അളവിൽ തന്നെ നമ്മൾ തൈരും എടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും നല്ല പോലെ മിക്സ് ആക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. രണ്ടും നന്നായി മിക്സ് ആവണം കേട്ടോ. ഫേസൊക്കെ നല്ലോണം കഴുകി വന്നതാണ് കേട്ടോ ഞാൻ. ഇത് ലിപ്സ്റ്റിക് കൊണ്ട് കുത്തിയ കാരണം അങ്ങനെ ഫേസ് വാഷ് ഇട്ടിട്ടൊന്നും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പാച്ച് ടെസ്റ്റ് നടത്താനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് നല്ല എഫക്റ്റീവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇത് കാണുന്നതും കേൾക്കുന്നതൊക്കെയാണ്, ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ 30 ദിവസം നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ നല്ല വെളിച്ചുള്ള സ്ഥലത്ത് നോക്കിയിട്ട് എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. വെയിലും മഴയും മാറി മാറി വരുന്നതുകൊണ്ട് തീരെ ക്ലിയർ ഇല്ലാന്ന്. അതാണ്. താഴെയാണെങ്കിൽ അവർ ടി വി വെച്ചേക്കാം, അപ്പോൾ എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുണ്ടത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ തൈര് അലർജി ഉള്ളവർ പരട്ടണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ പകരം പാലായാലും മതി. തൈര് അലർജി ഉള്ളവർ പാല് പരട്ടിക്കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇത് പിമ്പിൾസൊക്കെ ഉണ്ടാവില്ലേ ഫേസിൽ, അങ്ങനെയുള്ളവർക്ക് തൈര് ഒരിക്കലും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കിയിട്ട് പാല് പരട്ടിയാൽ മതി. രണ്ടിലും ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ തന്നെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യും. അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തേനൊരു മോയ്സ്ചറൈസർ എഫക്റ്റാണ് നൽകാൻ. ഞാൻ തേൻ തന്നെ പരട്ടിയാൽ അത് നമുക്ക് ഭയങ്കര സോഫ്റ്റായി മാറും നമ്മുടെ സ്കിന്ന്. തേനും കാപ്പിപ്പൊടിയും നമ്മൾ മിക്സ് ചെയ്തിട്ട് പരട്ടിയാലും അടിപൊളിയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, തേനില്ലാന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടിയും തൈരും പരട്ടുക. ഇപ്പോൾ തേനുണ്ടെന്നുണ്ടെങ്കിൽ തൈര് വേണ്ടാത്തവർ പാലും തേനും കൂടി പരട്ടുക, അല്ലെങ്കിൽ എന്താ പറയുക, പാലും കാപ്പിപ്പൊടിയും പരട്ടുക. ഒക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കിൻ എന്താ പറയുക, കെയർ നമ്മൾ ഈ കുറച്ച് ദിവസം നമ്മൾ ചെയ്ത് നോക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തേനുണ്ടല്ലോ, തേൻ നമ്മുടെ ബാരിയേഴ്സിന്, സ്കിൻ ബാരിയേഴ്സിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ കഴുകിക്കളയാം കേട്ടോ. 15 മിനിറ്റ് മതി. അപ്പോഴേക്കും ഏകദേശം ഇത് ഉണങ്ങാൻ അത്ര ഉണക്കം ഉണ്ടാവില്ല, കാരണം നമ്മുടെ തേനാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടില്ല. തൈര് മാത്രമാണെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് കളയാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് ഞാൻ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്കിൻ കെയർ ഡെയിലി ചെയ്യാം കേട്ടോ. നല്ല ഇരുട്ടായി തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വെളിച്ചം കുറവാണ്. അപ്പം അതുകൊണ്ടാണ് വെളിച്ചമില്ല. ഞാൻ പരമാവധി കാലത്ത് എടുക്കാനായിട്ട് നോക്കാം. മോനുള്ളതുകൊണ്ട് എനിക്ക് കാലത്ത് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഞാൻ പോയി തുടങ്ങില്ല. അപ്പോൾ ഞാൻ കാലത്ത് നേരത്തെ വിട്ടെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.